വെൽക്കം ടു എവറിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇംഗ്ലീഷ് സെൻറ്റൻസസ് എങ്ങനെയാണ് തെറ്റുകൂടാതെ എളുപ്പത്തിലുണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാർട്സ് 1, 2, 3 ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷിലെ ഏറ്റവും കോമൺ ആയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ 4-5 ടെൻസസ് ഉപയോഗിച്ച് എങ്ങനെയാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്നായിരുന്നു. പക്ഷെ അത് നമ്മൾ കണ്ടതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ എന്താ ഈ പോസിറ്റീവും നെഗറ്റീവും? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണല്ലേ. നേരെ മറിച്ച് അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോഴോ അത് നെഗറ്റീവായി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 ടെൻസസ്, അതായത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസും പാസ്റ്റ് സിമ്പിൾ ടെൻസും. ഈ 2 ടെൻസിലും വരുന്ന സെൻറ്റൻസസ് എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം എന്നാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ 2-3 പുതിയ ആളുകളെയും പരിചയപ്പെടും. ഡു, ഡസ്, ഡിഡ്. എനിക്കറിയാം നിങ്ങൾ കുറേ പേർക്ക് ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാമെന്ന്. പക്ഷെ കുറച്ച് പേർക്ക് ഈ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച് കാണൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ ഡു, ഡസ്, ഡിഡിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. വളരെ എളുപ്പത്തിൽ ഇവരെ ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസസ് നെഗറ്റീവ് ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങാം. കുറച്ച് പോസിറ്റീവ് സെൻറ്റൻസസ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് കേട്ടോ. മിനി ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത്, അല്ലെങ്കിൽ ആ വാചകത്തിൽ ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, അയാളെ പറ്റിയാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നത്? മിനി വർക്ക്സ് ഇൻ എ സ്കൂൾ. അപ്പോൾ മിനി ആദ്യം വന്നു, പിന്നെ ചെയ്യുന്ന ജോലി, വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അപ്പോൾ മിനി വർക്ക്സ് ഇൻ എ സ്കൂൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ഞാൻ വേർബിൻ്റെ കൂടെ എസ് ചേർത്തിട്ടുണ്ട്. മിനി വർക്ക്സ് എന്ന് പറഞ്ഞത് കാരണം മിനി ഒരാളാണ്. അപ്പോൾ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കും. നമ്മളത് നേരത്തെ കണ്ടതാണല്ലേ. ഇനി രാമു എന്നും നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ രാമു എന്നും നടക്കാൻ പോകാറുണ്ട്. ഇതെങ്ങനെ പറയും? രാമു ഗോസ് ഫോർ എ വാക്ക് എവ്രി ഡേ. രാമു ഗോസ് ഫോർ എ വാക്ക് എവ്രി ഡേ. കണ്ടല്ലോ. അടുത്തത്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ഇങ്ങനെ പറയും? ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അപ്പോൾ ഉദിക്കുക എന്നുള്ളതിന് റൈസ്. ദ സൺ ഒരാളായതുകൊണ്ട് ദ സൺ റൈസസ്, എസ് ചേർത്തു, ഇൻ ദി ഈസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ പേരെ പറ്റി പറയാം. ഞങ്ങൾ ഒഴിവ് സമയത്ത് പുസ്തകങ്ങൾ വായിക്കുന്നു. എങ്ങനെയാണ് പറയുക? വി റീഡ് ബുക്സ് ഇൻ അവർ ഫ്രീ ടൈം. വി റീഡ് ബുക്സ്. വായിക്കുക റീഡാണ്. വി ഒന്നിലധികം പേരായതുകൊണ്ട് ഞാൻ റീഡിൻ്റെ കൂടെ എസ് ചേർത്തിട്ടില്ല. ശ്രദ്ധിച്ചല്ലോ. ഇതേപോലെ അവർ ഒഴിവ് സമയത്ത് ടി വി കാണുന്നു. അപ്പോൾ എന്ത് പറയും? ദേ, അവർ. കാണുക, ടി വി കാണുക എന്നുള്ളതിന് വാച്ച് എന്നാണ്. അപ്പോൾ ദേ വാച്ച് ടി വി ഇൻ ദ ഫ്രീ ടൈം. ഇവിടെയും ഞാൻ വേർബ് വാച്ചിൻ്റെ കൂടെ എസ് ചേർത്തിട്ടില്ല. ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. ഞാൻ ഒഴിവ് സമയത്ത് കൂട്ടുകാരോട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? സംസാരിക്കുക എന്നുള്ളതിന് ചാറ്റ് എന്ന് പറയാം. അപ്പോൾ ഐ ചാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ മൈ ഫ്രീ ടൈം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഐ എന്ന് പറയുമ്പോൾ ഒരാളാണ്, എന്നിട്ടും ഞാൻ ആ വേർബ് ചാറ്റിൻ്റെ കൂടെ എസ് ചേർത്തില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഐ എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും നമ്മളതൊരു സ്പെഷ്യൽ കേസായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലൂരലിൻ്റെ റൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഐ ചാറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ട സെൻറ്റൻസസ് എല്ലാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലായിരുന്നു. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞൊരു സെൻറ്റൻസ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പം അതിതായിരുന്നു, മിനി വർക്ക്സ് ഇൻ എ സ്കൂൾ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അപ്പം നെഗറ്റീവ് ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നോട്ട് എന്നുള്ളൊരു വാക്കിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് വെറുതെ മിനി നോട്ട് വർക്ക്സ് ഇൻ എ സ്കൂൾ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ അല്ലേ. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ അവിടെ. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 2-3 പുതിയ ആളുകളെ കാണുമെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള 2 പേരുണ്ട്, ഡൂവും ഡസും. ഇതിലേതാണ് ഇവിടെ നമുക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ സെൻറ്റൻസിലെ വേർബ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. മിനി വർക്ക്സ് ഇൻ എ സ്കൂൾ.
വർക്ക്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. വേർബിൻ്റെ കൂടെ എസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൂവിനെയാണോ ഡസിനെയാണോ ഉപയോഗിക്കേണ്ടത്? തീർച്ചയായിട്ടും ഡസ് ആണല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക? മിനി ഡസ് നോട്ട്, ഇനി ശ്രദ്ധിക്കൂ, ഡസ് നോട്ട് വർക്ക് ഇൻ എ സ്കൂൾ നൈ. മുൻപ് പോസിറ്റീവ് സെൻറ്റൻസിൽ വർക്ക്സ് ആയിരുന്നില്ലേ, നെഗറ്റീവിൽ വന്നപ്പോൾ ഡസ് ചേർത്തു, നോട്ടും കൂടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞത്? വർക്ക് എന്നായി. അപ്പോൾ ഇവിടുത്തെ മെയിൻ വേർബ് വർക്കാണല്ലോ. മറ്റത് ഞാൻ പറഞ്ഞില്ലേ, സഹായിക്കാൻ വന്ന ആളാണ്, നമുക്ക് അയാളെ ഹെൽപ്പിംഗ് വേർബ് എന്ന് വിളിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഡു അല്ലെങ്കിൽ ഡസ് ഒക്കെ ചേർത്ത് നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ മെയിൻ വേർബിൻ്റെ കൂടെ എസ് ചേർക്കരുത്. നമ്മളപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ആ വേർബിൻ്റെ ബേസ് ഫോമാണ്. റൂട്ട് എന്ന് പറയും, ബേസ് ഫോം. എസ് ഒന്നും ചേർക്കാത്ത ബേസ് ഫോം. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് കണ്ടല്ലോ, മിനി ഡസ് നോട്ട് വർക്ക് ഇൻ എ സ്കൂൾ. അപ്പോൾ ഈ ഡസ് നോട്ടിനെ നമുക്ക് ചുരുക്കി ഡസിൻറ്റ് എന്ന് വിളിക്കാം കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ഹി ഗോസ് ഫോർ എ വാക്ക്. എങ്ങനെ നെഗറ്റീവ് ആക്കും? ഗോസ് ആണ്, അവിടെ എസ് ഉണ്ട്, അപ്പോൾ ഡസ് ചേർക്കണം. ഹി ഡസ് നോട്ട് ഗോ ഫോർ എ വാക്ക്. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഹി ഡസ് നോട്ട്, പിന്നെ ഗോസ് ഇല്ല, ഗോ ഫോർ എ വാക്ക്. അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന്. ഇപ്പം ഞാൻ ആ സെൻറ്റൻസ് ഒന്ന് മാറ്റി, ഞാൻ എഴുതി സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു എന്ന്. ആകെ പ്രശ്നമായല്ലേ, വേഗം ഇതിനെ നെഗറ്റീവ് ആക്കിയേ പറ്റുള്ളൂ. എങ്ങനെയാക്കും? സൂര്യൻ പടിഞ്ഞാറല്ല ഉദിക്കുന്നത് നമുക്ക് പറയണം. എന്ത് ചെയ്യും? ദ സൺ ഡസ് നോട്ട് റൈസ് ഇൻ ദ വെസ്റ്റ്. ദ സൺ ഡസ് നോട്ട് റൈസ് ഇൻ ദ വെസ്റ്റ്. ഇനി നമുക്ക് കൂടുതൽ പേരെ പറ്റി പറയാം. വി റീഡ് ബുക്സ്. വി റീഡ് ബുക്സ്. റീഡിൻ്റെ കൂടെ എസ് ഇല്ല. ഞാൻ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഡൂവിന് ഉപയോഗിക്കണോ ഡസിന് ഉപയോഗിക്കണോ? തീർച്ചയായിട്ടും ഡു അല്ലേ വേണ്ടത്. അത്രയേ ഉള്ളൂ. വി ഡു നോട്ട് റീഡ് ബുക്സ്. മുൻപത്തെ പോലെ തന്നെ ഡു നോട്ട് കഴിഞ്ഞാൽ ബേസ് ഫോം റീഡ് ബുക്സ്. ഇനി ദേ വാച്ച് ടി വി. വാച്ചിൻ്റെ കൂടെ എസ് ഇല്ലല്ലോ, അപ്പോൾ ഡു ഉപയോഗിച്ചാൽ മതി. ദേ ഡു നോട്ട് വാച്ച് ടി വി. ഞാൻ കൂട്ടുകാരോടൊത്ത് സംസാരിക്കുന്നു. ഐ ചാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. വേർബിൽ നോക്കിക്കോളൂ, ചാറ്റിൻ്റെ കൂടെ എസ് ഇല്ല. ഐ ഡു നോട്ട് ചാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ചുരുക്കി പറയുമ്പോൾ ഐ ഡോണ്ട് ചാറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഈ രണ്ട് വാക്കുകളുടെ ആവശ്യമുണ്ട്, ഡു അല്ലെങ്കിൽ ഡസ്. അപ്പോൾ അവർ വിളിക്കുന്ന പേരാണ് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലിയറി വേർബ് എന്ന് വിളിക്കാം. ആ പേരൊന്നും ഓർത്ത് വെക്കണം പോലും ഇല്ല കേട്ടോ, പക്ഷേ ഓർക്കാൻ നമുക്ക് എളുപ്പമാണ്. മെയിൻ വേർബിനെ സഹായിക്കാൻ വരുന്നതുകൊണ്ട് ഹെൽപ്പിംഗ് വേർബ് ഇത്ര ഓർത്താൽ മതി. പക്ഷേ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാനിപ്പോൾ പറയാം. ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ വൈകുന്നേരം ഹോംവർക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ഹോംവർക്ക് ചെയ്യുന്നു. അപ്പോൾ ഹോംവർക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ഡു ഹോംവർക്ക് എന്നല്ലേ. സെൻറ്റൻസ് നോക്കൂ, ഐ ഡു മൈ ഹോംവർക്ക് ഇൻ ദി ഈവനിങ്. അപ്പോൾ ഇവിടെ ഒരു ഡു വന്നല്ലോ. ഇത് ഏത് ഡു ആണ്? ഇത് നമ്മൾ മുൻപ് റീഡ്, വാച്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഒരു ക്രിയയാണ് ഈ ഡു. ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു ക്രിയ. അപ്പോൾ ഇതിനെ നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ മറ്റേ ഹെൽപ്പിംഗ് വേർബിൻ്റെ സഹായം തേടേണ്ടി വരും. ഏത് ഹെൽപ്പിംഗ് വേർബ്സ്? ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം ഇവിടെ. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കൂ. ഐ ഡു മൈ ഹോംവർക്ക് എന്നല്ലേ പറഞ്ഞേ. ഡൂവിൻ്റെ കൂടെ എസ് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഡൂവിനെ ഉപയോഗിക്കാം. ഐ ഡു നോട്ട് ഡു മൈ ഹോംവർക്ക്. കണ്ടോ? ഐ ഡു നോട്ട് ഡു മൈ ഹോംവർക്ക് ഇൻ ദി ഈവനിങ്. അപ്പോൾ ഇവിടെ ആദ്യം വന്നേക്കുന്ന ഡു ഇല്ലേ, ഞാൻ നീല നിറത്തിൽ കാണിച്ചത്, അത് ഹെൽപ്പിംഗ് വേർബ്. രണ്ടാമത്തെയോ, അത് മെയിൻ വേർബ്. അപ്പോൾ ഡൂവിനും ഡസിനും ഒക്കെ ഇങ്ങനെ മെയിൻ വേർബ് ആകാനും പറ്റും, ഹെൽപ്പിംഗ് വേർബ് ആകാനും പറ്റും. ഇനി വേറൊരെണ്ണം, അവൾ ആഴ്ചയിൽ 2 പ്രാവശ്യം തുണി അലക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? തുണി അലക്കുക എന്നുള്ളതിന് വാഷ് ദ ക്ലോത്ത്സ് എന്ന് പറയാം, ഡൂ ദ ലോണ്ട്രി എന്നും പറയാം. അപ്പോൾ ഞാൻ അത് ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ഷീ ഡസ് ദ ലോണ്ട്രി ട്വൈസ് എ വീക്ക്. ഷീ ഡസ് ദ ലോണ്ട്രി. അപ്പോൾ ഇവിടെ ഡസ് ദ ലോണ്ട്രി എന്ന് പറയുന്നത് മെയിൻ വേർബായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. തുണി അലക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ ഇതിന് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു ചേർക്കണം, അല്ലെങ്കിൽ ഡസ് ചേർക്കണം. ഏത് ചേർക്കണം? ഡസ് അല്ലേ ചേർക്കേണ്ടത്, കാരണം ഇവിടെ വേർബിൻ്റെ കൂടെ എസ് ഇല്ലേ. അപ്പോൾ ഞാൻ എന്ത് പറയും? ഷീ ഡസ് നോട്ട്. ഇനി ഓർക്കണം കേട്ടോ, ബേസ് ഫോം, എസ് ഒന്നും ഇല്ലാത്ത ഫോം ചേർക്കണേ. ഷീ ഡസ് നോട്ട് ഡു ദ ലോണ്ട്രി ട്വൈസ് എ വീക്ക്. അപ്പോൾ ഇങ്ങനെയാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കുന്നത്. ഇനി നമുക്ക് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ
ഈ സെൻറ്റൻസ് നോക്കൂ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ടെന്നീസ് കളിച്ചു. അപ്പോൾ കളിക്കുക എന്നുള്ളതിന് പ്ലേ ആണ്, കളിച്ചു എന്ന് പറയാൻ പ്ലേഡ് ആക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഐ പ്ലേഡ് ടെന്നീസ് എപ്പോൾ? ലാസ്റ്റ് സൺഡേ. ഇനി അവളെക്കുറിച്ച് പറയാം. അവൾ കഴിഞ്ഞ ഞായറാഴ്ച ടെന്നീസ് കളിച്ചു. എന്ത് പറയും? ഷീ പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് സൺഡേ. ഇനി അവരെക്കുറിച്ച് പറയാം. അവർ കഴിഞ്ഞ ഞായറാഴ്ച ടെന്നീസ് കളിച്ചു. എന്താ പറയുക? ദേ പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് സൺഡേ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കൂ. ഐ ആണെങ്കിലും ഹി ആണെങ്കിലും വി ആണെങ്കിലും ദേ ആണെങ്കിലും എല്ലാം പ്ലേഡ് തന്നെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. വേർബിൻ്റെ കൂടെ ഇ ഡി ചേർക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ. കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്നു, പക്ഷെ പോസിറ്റീവ്. ഇതിന് നമുക്കിനി നെഗറ്റീവ് ആക്കാം. നെഗറ്റീവ് ആക്കാൻ മുൻപ് നമ്മളൊരു ഡു ഡസിനെയൊക്കെ കണ്ടില്ലേ, അതേപോലെ വേറൊരാൾ കൂടെ ഉണ്ട്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡിനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഡിഡിൻ്റെ സഹായം മാത്രം മതി, നമുക്ക് കാര്യങ്ങൾ ശരിയായിക്കോളും. എന്ത് പറയും? ഐ ഡിഡ് നോട്ട്, ഇനി പഴയ പോലെ തന്നെ പ്ലേഡ് ഇല്ല കേട്ടോ, പ്ലേ. ഐ ഡിഡ് നോട്ട് പ്ലേ ടെന്നീസ് ലാസ്റ്റ് സൺഡേ. കണ്ടോ, നമ്മൾ ആദ്യം ഡിഡിനെ ഉപയോഗിച്ചു അല്ലേ. ഡിഡ് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേയുടെ കൂടെ ഇ ഡി ചേർത്ത് അതിനെ വീണ്ടും പാസ്റ്റ് ടെൻസ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇ ഡി മാറ്റിയത്. അപ്പോൾ മുൻപ് നമ്മൾ ഡൂവിൻ്റെയും ഡസിൻ്റെയും കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ ഡിഡ് വരുമ്പോഴും അത് കഴിഞ്ഞാൽ നമ്മൾ വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം വന്ന ഡിഡ് ഹെൽപ്പിംഗ് വേർബ്, പിന്നെ അതിന് ശേഷം വന്ന പ്ലേ മെയിൻ വേർബ്. മനസ്സിലായല്ലോ? അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഷീ പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് ഫ്രൈഡേ. അതെങ്ങനെ നെഗറ്റീവ് ആക്കും? ഷീ ഡിഡ് നോട്ട് പ്ലേ ടെന്നീസ് ലാസ്റ്റ് ഫ്രൈഡേ. അപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ എളുപ്പമാണ്. നെഗറ്റീവ് ആക്കാൻ ഡിഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഷീ ഡിഡ് നോട്ട്. ഇനി ഈ സെൻറ്റൻസ് നോക്കൂ. അവർ കഴിഞ്ഞ വർഷം ജപ്പാനിലേക്ക് യാത്ര ചെയ്തു, ജപ്പാനിലേക്ക് പോയി. അപ്പോൾ ഒരു ദീർഘയാത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ ട്രാവൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ യാത്ര ചെയ്തു എന്നായതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആക്കണമല്ലോ. ദേ ട്രാവൽഡ് ടു ജപ്പാൻ ലാസ്റ്റ് ഇയർ. കണ്ടല്ലോ, ഇ ഡി ചേർത്തു. ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കും? ഇ ഡി ചേർത്തിരിക്കുകയല്ലേ. നെഗറ്റീവ് ആക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഡിഡിനെ ഉപയോഗിക്കുക. ദേ ഡിഡ് നോട്ട് ട്രാവൽ. അത് ശ്രദ്ധിക്കണം, ട്രാവൽഡ് പാടില്ല കേട്ടോ. ദേ ഡിഡ് നോട്ട് ട്രാവൽ ടു ജപ്പാൻ ലാസ്റ്റ് ഇയർ. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഇന്നലെ പാർക്കിൽ പോയി. അപ്പോൾ പോയി എന്ന് പറയാൻ നമ്മൾ എന്താ ചെയ്യുക? പോവുക എന്നുള്ളതിന് ഗോ ആണ്. പോയി എന്ന് പറയാൻ ഗോഡ് അല്ല അല്ലേ, വെൻറ്റ് വരണം. ഒരു പുതിയ വാക്കാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അതൊരു റെഗുലർ വേർബ് അല്ല. കുറേ വേർബ്സിന് വെറുതെ ഇ ഡി ചേർത്ത് കൊടുത്താൽ പാസ്റ്റ് ടെൻസ് ആകുമല്ലോ. ഇത് പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സെൻറ്റൻസ് തന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പാർക്കിൽ പോയി. എന്താ പറയുക? ഐ വെൻറ്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. അപ്പോൾ ഇവിടെ എങ്ങനെ നെഗറ്റീവ് ആക്കുന്നത്? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം. വെൻറ്റ് എന്ന് പറയുമ്പോൾ ഇ ഡി ഇല്ലെങ്കിലും സംഗതി ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ഡിഡ് നോട്ട് ഗോ ടു ദ പാർക്ക് യെസ്റ്റർഡേ. കണ്ടോ, ഐ ഡിഡ് നോട്ട് ഗോ ടു ദ പാർക്ക് യെസ്റ്റർഡേ. അപ്പോൾ ഞാൻ ഞങ്ങളെ പറ്റി പറയുകയാണേ. ഞങ്ങൾ ഇന്നലെ പാർക്കിൽ പോയി. വി വെൻറ്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. അപ്പോൾ അതെങ്ങനെ നെഗറ്റീവ് ആക്കുക? ഇതേപോലെ തന്നെ വി ഡിഡ് നോട്ട് ഗോ ടു ദ പാർക്ക് യെസ്റ്റർഡേ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായല്ലോ. നമ്മളൊരു സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ ഇ ഡി ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആക്കാൻ ആ മെയിൻ വേർബിൽ നിന്നുള്ള ഇ ഡി മാറ്റിയിട്ട് നമ്മൾ ഡിഡ് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുൻപ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ടെന്ന്. അതേപോലെ ഒരു സെൻറ്റൻസ് ഞാൻ ഇനി കാണിച്ചു തരാം. ഞാൻ ഹോംവർക്ക് ചെയ്തു. എങ്ങനെയാണ് പറയുക? ചെയ്യുക എന്ന് പറയാൻ ഡു, ചെയ്തു എന്ന് പറയാൻ ഡിഡ്. അറിയാമല്ലോ. അപ്പോൾ ഐ ഡിഡ് ദ ഹോംവർക്ക്. പോസിറ്റീവ് സെൻറ്റൻസ് ആയി പാസ്റ്റ് ടെൻസിൽ. ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കും? അപ്പോൾ ഇവിടുത്തെ വേർബ് എന്താണ്? ഡിഡ് ആണല്ലേ. ഡിഡ് പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ ബേസ് ഫോം എന്താണ്? ഡു അല്ലേ. അത് പാസ്റ്റ് ടെൻസ് ആയപ്പോഴല്ലേ ഡിഡ് ആയത്. അപ്പോൾ ഡു ആണ് ബേസ് ഫോം എന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മളിതിനെ നെഗറ്റീവ് ആക്കാൻ പോവുകയാണ്. നമ്മൾ അതിന് ഉപയോഗിക്കാൻ പോകുന്ന ഹെൽപ്പിംഗ് വേർബ് ഡിഡ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് പറയും? ഐ ഡിഡ് നോട്ട്. ഇനി നമ്മൾ ബേസ് ഫോം ഉപയോഗിക്കണം. ഡു ദ ഹോംവർക്ക്. കണ്ടോ, മുൻപ് നമ്മൾ പറഞ്ഞില്ലേ ഐ ഡിഡ് നോട്ട് ഗോ എന്ന്. അതേപോലെ ഐ ഡിഡ് നോട്ട് ഡു ദ ഹോംവർക്ക്. ഇനി നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ആദ്യം പോസിറ്റീവ് സെൻറ്റൻസ് തരാം, നിങ്ങളത് നെഗറ്റീവ് ആക്കണം കേട്ടോ. വി ലിവ് ഇൻ ദിസ് സിറ്റി. ഞങ്ങൾ ഈ നഗരത്തിൽ ജീവിക്കുന്നു. വി ലിവ് ഇൻ ദിസ് സിറ്റി. എങ്ങനെ നെഗറ്റീവ് ആക്കുക? വി ഡു നോട്ട് ലിവ് ഇൻ ദിസ് സിറ്റി. ഇനി അടുത്ത സെൻറ്റൻസ്, ഷീ ഹെൽപ്സ് മീ വിത്ത് മൈ ഹോംവർക്ക്. അതായത് ഹോംവർക്കിൻ്റെ കാര്യത്തിൽ ഹോംവർക്ക് ചെയ്യാൻ അവൾ എന്നെ സഹായിക്കാറുണ്ടെന്ന്. ഷീ ഹെൽപ്സ് മീ. അപ്പോൾ എങ്ങനെ നെഗറ്റീവ് ആക്കുക?
ഷീ ഡസ് നോട്ട് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. ഇനി അടുത്തത്, ഹി ടുക്ക് ദ മെഡിസിൻ. അയാൾ മരുന്ന് കഴിച്ചു. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹി ഡിഡ് നോട്ട് ടേക്ക് ദ മെഡിസിൻ. ഹി ഡിഡ് നോട്ട് ടേക്ക് ദ മെഡിസിൻ. ഷീ വിസിറ്റഡ് അസ് ലാസ്റ്റ് വീക്ക്. അവർ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ സന്ദർശിച്ചു. പാസ്റ്റ് ടെൻസ്. ഷീ ഡിഡ് നോട്ട് വിസിറ്റ് അസ് ലാസ്റ്റ് വീക്ക്. ഷീ ഡിഡ് നോട്ട് വിസിറ്റ് അസ് ലാസ്റ്റ് വീക്ക്. ഇനി അടുത്തത്, ദ ബസ് കംസ് ഏർലി. ബസ് നേരത്തെ വരാറുണ്ട്. ദ ബസ് കംസ് ഏർലി. നെഗറ്റീവ് ആക്കും. ദ ബസ് ഡസൻറ്റ് കം ഏർലി. ദ ബസ് ഡസൻറ്റ് കം ഏർലി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഡൂം, ഡസും, ഡിഡും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് മാറിക്കാണും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.